യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഇസ്രായേൽ-ഇറാൻ വെടിനിർത്തൽ ധാരണ മണിക്കൂറുകൾക്കകം തകർന്നു. ഏറ്റുമുട്ടൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നു രാവിലെ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചെന്നും അത് ചെറുത്തെന്നും ഇസ്രായേൽ അറിയിച്ചു. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ നിർദ്ദേശിച്ചതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് വ്യക്തമാക്കി. ടെഹ്റാന്റെ ഹൃദയഭൂമിയിൽ തന്നെ ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തങ്ങൾ അത് ലംഘിച്ചുവെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. ഇന്നു രാവിലെ ബീർഷേബയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മിസൈൽ പതിച്ച് 4 പേർ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 ദിവസത്തെ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇറാന് ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിക്കൊണ്ട് 9 പേർ കൊല്ലപ്പെട്ടത്. ഖത്തറിലെ യു.എസ്. സൈനിക താവളത്തിന് നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തതോടെയാണ് ട്രംപ് വെടിനിർത്തലിനായി മുൻകൈയെടുത്തത്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിന് എതിരായ ആക്രമണം തങ്ങളുടെ അയൽക്കാർക്ക് എതിരെയല്ല, മറിച്ച് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അരാഗ്ചി ന്യായീകരിച്ചത്. സ്വയം ചെറുത്തുനിൽപ്പിനുള്ള അവകാശം മാത്രമാണ് തങ്ങൾ വിനിയോഗിച്ചതെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാനെ അരാഗ്ചി അറിയിച്ചു. ഞായറാഴ്ച ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് യു.എസ്. നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബ് ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ യു.എസ്. വ്യോമത്താവളം ആക്രമിച്ചത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ ആരോപിച്ചു. ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ രാവിലെ 9 മണിക്കും 3 ഘട്ടങ്ങളിലുമായി ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സൈനിക വക്താവ് അറിയിക്കുകയായിരുന്നു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായതോടെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സഹകരണം തേടി രാജ്യാന്തര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് കത്തെഴുതി. IAEA-യുമായി സഹകരണം പുനരാരംഭിച്ചാൽ ടെഹ്റാന്റെ വിവാദ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കത്തിന് നയതന്ത്ര പരിഹാരം ആകുമെന്ന് ഏജൻസി എക്സിലെ പോസ്റ്റിൽ പറയുകയും ചെയ്തു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രയൊക്കെ വെടിനിർത്തൽ നിലവിൽ വന്നാലും ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കട്ടയ്ക്ക് തന്നെ അമേരിക്കയും രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. വെടിനിർത്തൽ ഉണ്ടായ ശേഷവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആരോപണത്തെ ഇറാൻ പൂർണ്ണമായും തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്.